പലസ്തീനിൽ കഴിഞ്ഞ 100 വർഷമായിട്ടെങ്കിലും അവര് ഒരു ഒക്യുപ്പേഷനും അതുപോലെ ഒരു സെറ്റിലർ കൊളോണിയൽ പ്രൊജക്ടിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരകളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ അവർ പ്രതിഷേധങ്ങളും സമാധാനപരമായിട്ടുള്ളതും വയലന്റ് ആയിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഒക്ടോബർ 7-ന് സംഭവിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പാലും തേനും ഒഴുകുന്ന ഒരു സ്വർഗഭൂമിയായിരുന്നില്ല പലസ്തീനിലെ ഒക്യുപ്പേഷനിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. ഒക്ടോബർ 7 സംഭവിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ജീവിതം ദുസ്സഹമായിരുന്നു. അപ്പൊ ആ ദുസ്സഹമായിട്ടുള്ള ജീവിതത്തിന് അതിനെ മാറ്റാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളോട് ഇസ്രായേൽ എല്ലാ കാലത്തും വളരെ വയലന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാവാത്ത ആളുകളാണ് ഈ ഒക്ടോബർ 7 നടന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനിയിപ്പോ ഒക്ടോബർ 7 നടന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെ വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഒരു നീതിയുടെ അല്ലെങ്കിൽ ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിയമത്തിന്റെ ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാലോ ഒന്നും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസിനെ 70,000 ആളുകൾ പല ഒഫീഷ്യൽ കണക്ക് പറയുന്നത്, അൺഒഫീഷ്യലി അതിന് എത്രയോ മടങ്ങ് ആളുകൾ ഇന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഹമാസ് തീവ്രവാദികളാണെന്ന് ഇസ്രായേലിന് പറയാം. സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ലോകത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായി.